ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം. ഓക്കെ, അപ്പം നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. 18 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഈ റീഡിംഗ് കാണുവാൻ ഇടയായാൽ, ഓക്കെ, 18 മണിക്കൂർ അങ്ങനെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇന്നത്തെ എനർജി അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. 18 മണിക്കൂറിൽ നിങ്ങൾ ഈ റീഡിംഗ് കാണുവാൻ ഇടയായാൽ നിങ്ങളുടെ പ്രണയബന്ധത്തെ തകർക്കുന്ന കാരണവും ഈ വ്യക്തിയുടെ എനർജിയിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യവും പുറത്തേക്ക് വരുന്നതായിരിക്കും. വളരെ ശ്രദ്ധയോടുകൂടി ഈ റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതും ഒരുപാട് റിക്വസ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ്. ഇത് ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, അങ്ങനെ അങ്ങനെ നോക്കി നിൽക്കുന്നത് കുറച്ച് ദിവസമായി. ഓക്കെ, അപ്പോൾ ഇന്നാണ് നമുക്ക് അത് ചെയ്യാനായിട്ടുള്ളൊരു എനർജി അല്ലെങ്കിൽ യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് ചെയ്താൽ മതി എന്നാണ്. അതാണ് നമ്മൾ ഇന്ന് തന്നെ ഇത് സെലക്ട് ചെയ്തത്. കുറേ ദിവസമായി ഇത് ചെയ്യാനായിട്ട് നോക്കണം, പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പോഴാണ് അതിന് അനുയോജ്യമായിട്ടുള്ള സമയമായത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് 8 കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അവസാനം ഒരു ലവ് മെസ്സേജസ് എടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ക്ലൂസും കൂടി എടുത്തുകൊണ്ടായിരിക്കും വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ശ്രദ്ധയോട് കൂടി എല്ലാവരും കേട്ടു, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എനർജി നമുക്ക് നോക്കാം. ഈ ബന്ധത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്കും ഈ വ്യക്തിക്കും കഷ്ടപ്പെടേണ്ടി വരുന്നത്? ഓക്കെ, അതാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന എനർജി. എന്തുകൊണ്ടാണ് നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്നത്? ഓക്കെ, അത് നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യമായിരിക്കാം, അല്ലെങ്കിൽ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. This will be the first energy that we got today. Let us see what will be the universal messages for you. ഡെസ്റ്റിനി ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഡെസ്റ്റിനി എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ ആയിട്ടുള്ളൊരു ഒരു അർത്ഥം മാത്രമല്ല, അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് 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 മിസ്റ്ററി ഉണ്ട്, ഒരുപാട് നിഗൂഢമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇവിടെ ഈ ഒരു പ്രണയബന്ധത്തിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ എടുക്കേണ്ടി വരും. കഷ്ടപ്പാട് മാത്രമല്ല, സാക്രിഫൈസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത്. ഇപ്പൊ സാക്രിഫൈസ് എന്ന് പറയുന്നത് അതൊരു ത്യാഗം ചെയ്യുന്നതാകാം. ഓക്കെ, അതായത് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു എനർജി എന്ന് പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും ആത്മീയപരമായിട്ട് നിങ്ങൾ ഒന്നിക്കേണ്ട ആൾക്കാരാകാം, സോൾമേറ്റ് ആകാം, ട്വിൻ ഫ്ലെയിം ആകാം. ഓക്കെ, പക്ഷേ ഭൗതികപരമായിട്ട്, അതായത് സൊസൈറ്റിയിലേക്ക് എത്തി നോക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ ഒട്ടും തന്നെ യോജിപ്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തടസ്സങ്ങൾ കാണിക്കുന്നുണ്ട്. അത് മേ ബി നിങ്ങളുടെ രണ്ടുപേരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം, വിശ്വാസപരമായിട്ട് റിലീജിയസ് കാസ്റ്റ് വൈസ് ആയിരിക്കാം വ്യത്യാസങ്ങൾ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ട് കാണിക്കുന്നു. ഓക്കെ, അത് മാത്രമല്ല, മുൻജന്മത്തിലും നിങ്ങൾ ഒന്നിക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടായിരുന്നു. അത് ഒന്നില്ലെങ്കിൽ നേരെ കിടക്കുന്ന കഴിഞ്ഞ ജന്മം, അല്ലെങ്കിൽ ഏതോ ഒരു ജന്മത്തില് നിങ്ങളുടെ രണ്ടുപേരുടെ സോള്, ഓക്കെ, നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടി ഇതുപോലെ ഒന്നിക്കണം എന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷെ ഒന്നിക്കാൻ പറ്റിയില്ല. അത് മേ ബി ഒരു മാരേജ് വരെയൊക്കെ എത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എൻഗേജ്മെന്റ് വരെയൊക്കെ എത്തിയിട്ടുണ്ടാകാം. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പാസ്റ്റ് ലൈഫ് എനർജിയും കൂടെ എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ആ സെയിം എനർജി തന്നെ ഈ ഒരു ജന്മത്തിലും നിങ്ങൾക്കിടയിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒന്നിക്കാമെന്ന് വിചാരിച്ചാൽ പോലും അത് മുടങ്ങിപ്പോകുന്നത്. മേ ബി ഒരു എൻഗേജ്മെന്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് രജിസ്റ്റർ ചെയ്ത് വെക്കാം,
അല്ലെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിച്ചൊരു തീരുമാനത്തിലെത്താം എന്നൊക്കെ വിചാരിച്ചാലും ആ ഒരു തടസ്സം വരുന്നത് ആ ഒരു കഴിഞ്ഞ ജന്മത്തിൽ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ ഓൾറെഡി നിങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള ആ ഒരു കാര്യം അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ആ സെയിം അവസ്ഥ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും മേ ബി കൺഫ്യൂഷൻസ് വരുന്നുണ്ടാകാം. ഇത് എൻ്റെ ഡെസ്റ്റിനിയിലുള്ള വ്യക്തിയാണോ? ഇപ്പോൾ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കാണെങ്കിലും മനസ്സിൽ വരുന്നുണ്ടാകാം, ഈ പേഴ്സൺ എനിക്ക് വിധിച്ചിരിക്കുന്ന ആളല്ലേ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ള ആളല്ലേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ, സംശയം നിങ്ങൾക്കും വരുന്നുണ്ടാകാം. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ പേഴ്സണും വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചിന്ത വരുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് രണ്ടു പേർക്കും സ്നേഹമുണ്ട്, പക്ഷെ സംശയവും ഉണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇത് നിർത്താനും പറ്റുന്നില്ല, എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനോ അതിനും സാധിക്കുന്നില്ല. ഓക്കെ, ഇത് നിങ്ങൾ രണ്ടു പേരും നല്ല രീതിയിൽ ഡീപ്പ് പ്രിപ്പറേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം കുറച്ച് റിസ്ക് എടുക്കേണ്ട ഒരു കണക്ഷൻ തന്നെയായിട്ടാണ് കാണിക്കുന്നത്. സാധാരണഗതിയിൽ പ്രണയിക്കുക, കാപ്പി കുടിക്കുക, സംസാരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുക, ദെൻ നിങ്ങൾ പിരിഞ്ഞു പോകാം. അല്ലെങ്കിൽ പിരിഞ്ഞു പോകാന്നല്ല, പിരിഞ്ഞു പോയിട്ട് പിന്നെ മേ ബി നിങ്ങൾ ഒന്നിക്കുക, അല്ലെങ്കിൽ കല്യാണം കഴിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു കണക്ഷൻ ആയിട്ടല്ല, അങ്ങനത്തെ ഒരു കണക്ഷൻ ആയിട്ടാണ് നമുക്ക് കാണാം. അങ്ങനത്തെ ഒരു കണക്ഷൻ ആയിട്ടല്ല നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല എന്നതാണ് ഈ ഒരു എനർജിയിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഫസ്റ്റ് കാർഡിലെ എനർജി. അപ്പോൾ എന്തായാലും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഈ ഒരു പ്രണയബന്ധത്തിൽ നല്ല രീതിയിൽ കഷ്ടപ്പെടേണ്ടി വരുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ എനർജി നോക്കാം. എന്ത് കാരണമാണ് ഈ വ്യക്തിയെയും ഒരുപക്ഷെ നിങ്ങളെയും പിന്നിലേക്ക് വലിക്കുന്നത്? ഓക്കെ, നമുക്കത് നോക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപക്ഷെ നിങ്ങളെയും അതുപോലെ തന്നെ ഈ പേഴ്സണെയും പിന്നിലേക്ക് വലിക്കുന്നത്, അതായത് പുറകിലേക്ക് വലിക്കുന്നത് എന്ത് കാരണമാണ് എന്നുള്ളതാണ് നമ്മൾ സെക്കൻഡ് കാർഡിൽ നോക്കാനായിട്ട് പോകുന്നത്. സോ കൺഫ്യൂഷൻ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ദിസ് വിൽ ബി ദ സെക്കൻഡ് കാർഡ്, ദിസ് വിൽ ബി ദ സെക്കൻഡ് എനർജി. അപ്പം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് മടിയുള്ള വ്യക്തികളായിട്ട് കാണിക്കുന്നു. മടിയുള്ള വ്യക്തികളാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു പക്ഷേ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കാം. നല്ല രീതിയിൽ മടിയുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ മേ ബി അത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ടാകാം, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാകാം. മേ ബി നിങ്ങൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻസ്, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നു. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻസ് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും ഉറപ്പായിട്ടും മെഡിറ്റേഷൻ ചെയ്തിരിക്കണം എന്നുള്ള ഒരു മെസ്സേജും കൂടിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മെഡിറ്റേഷൻ മസ്റ്റാണ്. അത് മാത്രമല്ല ഇവിടെ ഒരുപാട് പ്രപ്പോസൽസ് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. പ്രപ്പോസൽസ് വന്നുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കും വരുന്നുണ്ടാകാം, ഈ പേഴ്സണും വരുന്നുണ്ടാകാം. ഒരുപാട് പ്രപ്പോസൽസ് ഇവിടെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? ഒരുപാട് പ്രപ്പോസൽസ് വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കൺഫ്യൂഷൻസ് വരും അല്ലേ? ആരെ തിരഞ്ഞെടുക്കണം, ഏത് റിലേഷൻഷിപ്പാണ് നല്ലത്? ഇപ്പോൾ ഈ പേഴ്സണായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ഒന്നിനും ഒരു ഒത്തുതീർപ്പാകുന്നില്ല, ഒരു തീരുമാനത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും തീർച്ചയായിട്ടും കൺഫ്യൂഷൻസ് ഉണ്ടാകും. എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്, എന്താണ് അംഗീകരിക്കേണ്ടത്, എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്? അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ രണ്ടുപേരെയും ഒരുപക്ഷെ ഒരു റിയൂണിയൻ നടക്കുന്നതിന് പകരമായിട്ട് നിങ്ങളെ പുറകിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നത്
കൺഫ്യൂഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, ബ്രേക്കപ്പ് ആണെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരെയും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തേക്ക് കടത്താൻ വേണ്ടിയിട്ട് പലവരും ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങളെ ആണെങ്കിലും വേറെ കല്യാണത്തിന് വേണ്ടിയിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സ് മാറ്റാനായിട്ട് നോക്കാം. ഈ പേഴ്സണെ ആണെങ്കിലും മറ്റുള്ളവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് എന്താണ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ നല്ല രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ എനർജിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്കിടയിലുള്ള ആ ഒരു മോശപ്പെട്ട കർമ്മം അല്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജി കംപ്ലീറ്റ് ആയിട്ട് തീർന്നു പോകുന്നുമില്ല. ഓക്കെ, ആ ഒരു കർമ്മം വളരെ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നുമില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനും നിങ്ങൾ രണ്ടുപേരെയും ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് കൊണ്ടുപോയി എത്തിച്ചിട്ടുള്ളത്. പലപ്പോഴും നിങ്ങൾ രണ്ടുപേരും തീരുമാനിക്കും ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരണം. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നോ കോണ്ടാക്ട് ആണെങ്കിൽ അങ്ങനെ തന്നെ പോയിക്കോട്ടെ, അങ്ങനെ പോയി അവസാനം ഈ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്തോളാം എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, നോ കോണ്ടാക്റ്റിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലും നിങ്ങൾക്കിടയിൽ നല്ല രീതിയിലുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ സപ്പോസ് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മെസ്സേജ് അയക്കുന്നില്ല, സംസാരിക്കുന്നില്ല, കോണ്ടാക്ട് ഇല്ല, ഒന്നുമില്ല, പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് പരസ്പരം മറക്കാനോ വെറുക്കാനോ അകന്നു പോകാനോ സാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളെ കൂടുതൽ കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് പറയാനാണെങ്കിൽ, എന്ത് മാറ്റമാണ് ഈ വ്യക്തിയിൽ വളരെ പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്നത്? അതാണ് നമ്മൾ മൂന്നാമത്തെ എനർജി നോക്കാൻ പോകുന്നത്. ഒരുപാട് ലാഗ് അടിപ്പിച്ച് കളയണ്ട. അപ്പോൾ ഈ വ്യക്തിയുടെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകാൻ പോകുന്ന മാറ്റം, ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ബിഹൈൻഡ് എ മാസ്ക് എന്ന് പറയുന്ന ഈ ഒരു കാർഡാണ്, പക്ഷെ നമുക്കത് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഇപ്പൊ പറയാനാണെങ്കിൽ, അതായത് ഇവരുടെ സോള് പല രീതിയിലുള്ള തിരിച്ചറിവ് ഈ വ്യക്തിയിലേക്ക് കൊണ്ടുവരും എന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത്. അതായത് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും മറച്ചു പിടിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു കാർഡോട് കൂടി വ്യക്തമായ ഒരു കാര്യമാണ്. ഓക്കെ, ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് ഈ വ്യക്തിയുടെ ഡേ ലൈഫ്, അതായത് ഓരോ ദിവസം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചായിരിക്കാം, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചായിരിക്കാം. അപ്പോൾ അതെല്ലാം തന്നെ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളും ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള, ഈ വ്യക്തിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന എന്തോ ഒരു റിയലൈസേഷൻ അല്ലെങ്കിൽ എന്തോ ഒരു തിരിച്ചറിവ് ഈ വ്യക്തിയെ തേടി വരുന്നതായിട്ട് കാണിക്കുന്നു. ഓക്കെ, അതായത് ലൈഫ് ചേഞ്ചിങ്, അതായത് ഈ വ്യക്തിയുടെ സോളിൽ തന്നെ അതിനുള്ള ഉത്തരം. ഓക്കെ, അതായത് പാസ്റ്റിൽ ചിലപ്പോൾ ഈ വ്യക്തി ആഗ്രഹിച്ചു പോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഇപ്പോൾ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ അത്രയും ആഗ്രഹിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അതുപോലെ നിങ്ങൾക്കിടയിലുള്ള എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആയി പോകണം എന്ന് ഈ പേഴ്സൺ ഏറെ കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകാം, പ്രാർത്ഥിക്കുന്നുണ്ടാകാം. ഓക്കെ, അത് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ബ്ലോക്ക് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള എന്തെങ്കിലും നെഗറ്റീവ് എനർജി ആയിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷനും ആയിരിക്കാം. അപ്പോൾ അത്തരം നെഗറ്റീവായിട്ടുള്ള എന്തോ ഒരു കാര്യം ഈ പേഴ്സന്റെ ലൈഫിൽ നിന്നും വിട്ടുപോകാൻ പോകുന്നു. അതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, അതിലൂടെ ഈ വ്യക്തിക്ക് വരാനിരിക്കുന്നത് കോൺഫിഡൻസ് ആണ്. നിങ്ങൾക്ക് നേരെ വരാനും നിങ്ങളോട് കാര്യങ്ങൾ തുറന്ന് പറയാനും പറ്റുന്ന രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് ഈ വ്യക്തിയിലേക്ക് തീർച്ചയായിട്ടും വരുന്നു. ഓക്കെ, അതിലൂടെ ഈ പേഴ്സൺ പല കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാനായിട്ട് പോകുന്നു. ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് കുറേ നാളത്തെ ഈ വ്യക്തി ആഗ്രഹിച്ചിട്ടുള്ള എന്തോ ഒരു കാര്യമാണ്, അത് ഉറപ്പാണ്. അത് ഒരുപക്ഷെ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്ന മറ്റേതെങ്കിലും വ്യക്തിയുടെ സാന്നിധ്യമായിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യമായിരിക്കാം നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്.
എന്ത് തന്നെ ആയാലും ബ്ലോക്കിംഗ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം ഇവിടെ മാറിപ്പോകാൻ പോകുന്നു. അത് മാത്രമല്ല ഈ വ്യക്തി എന്തൊക്കെയോ തിരിച്ചറിവിലേക്ക് എത്തിപ്പെടാൻ പോകുന്നു. തീർച്ചയായിട്ടും ഒരു മാസ്ക് എന്നൊക്കെ പറയുമ്പോൾ അതൊരു മുഖം മൂടിയാണ് അല്ലേ? അപ്പൊ മുഖം മൂടി വരുന്നത് എപ്പോഴാണ്? കാര്യങ്ങൾക്ക് വ്യക്തതയില്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ കള്ളമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാനായിട്ട് മടി കാണിക്കുമ്പോൾ, ഇവിടേക്കാണ് മുഖം മൂടിയുടെ ആവശ്യം വരുന്നത്. അപ്പൊ അത് നമുക്ക് റിവേഴ്സ് എനർജി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ദാറ്റ് മീൻസ് ഇവിടെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പുറന്തള്ളപ്പെടുന്നു. ഓക്കെ, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പുറന്തള്ളപ്പെടുന്നു. ഇതാണ് വരാനായിട്ട് പോകുന്നത്. ഇനി നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ, നിങ്ങളുമായി സെപ്പറേറ്റഡ് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് ആയതിൽ പിന്നെ ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ദിസ് വിൽ ബി ദ ഫോർത്ത് കാർഡ്. ആൻഡ് ഇതും നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ആക്ച്വലി കിൻഡേർഡ് പാർട്ട്ണർഷിപ്പ് ആണ്, പക്ഷെ അത് വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള കാർഡാണ്. ബട്ട് വി ഗോട്ട് ദിസ് കാർഡ് ആസ് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ലീഗൽ ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്, അതായത് നിയമപരമായിട്ടുള്ള പല പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. അത് നമുക്കിവിടെ എടുത്തു പറയാനായിട്ട് പറ്റുന്നു. ഒരുപക്ഷെ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മേ ബി ഏതെങ്കിലും ഒരു കുടുക്കിൽ പെട്ടുപോയിട്ടുള്ള അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ, ഇറ്റ്സ് എ ജനറൽ റീഡിംഗ്, പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോ നിങ്ങളോ ലീഗൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, അത് മേ ബി ഒരാൾ ഇതിൽ ഡിവോഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം, മറ്റൊരാൾ മേ ബി സെക്കൻഡ് മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാൾ സിംഗിൾ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലീഗൽ അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആള് ഡിവോഴ്സിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നടക്കുന്നില്ല. ഓക്കെ, അത് വളരെ സിമ്പിളായിട്ട് ആ ഒരു ഡിവോഴ്സ് കിട്ടും എന്നാണ് വിചാരിച്ചത്, പക്ഷെ അത് കിട്ടുന്നില്ല. ഊരാകുടുക്കിൽ നിയമക്കുരുക്കിൽ പെട്ടുപോയി. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോംപ്ലിക്കേഷൻസിലാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളായിട്ട് നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ് അല്ലെങ്കിൽ സെപ്പറേഷൻ ഈ ഒരു അവസ്ഥയിലേക്ക് ആയപ്പോൾ ഈ പേഴ്സണ് ഈ ഒരു എനർജി താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ആദ്യമൊക്കെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ എപ്പോഴാണോ ഈ പേഴ്സണെ വിട്ടു പോയത് ആ നിമിഷം തൊട്ട് തന്നെ ഈ പേഴ്സൺ ഒറ്റപ്പെട്ടു പോയിട്ടുള്ളൊരു അവസ്ഥയാണ്. ഒറ്റക്കാണ് പൊരുതിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒറ്റക്കാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആകാൻ വേണ്ടിയിട്ട് ചുറ്റിനുള്ളവർ ഈ വ്യക്തിയെ കരുവാക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ പിരിഞ്ഞു പോയി, നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയി. അപ്പൊ നിങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ കൂടുതൽ നെഗറ്റീവ് പറഞ്ഞു കൊടുക്കാനോ കൂടുതൽ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കാനോ മറ്റാരൊക്കെയോ ഈ പേഴ്സന്റെ കൂടെ കൂടിയിട്ടുണ്ട്. അത് ചിലപ്പോൾ അടുത്തുള്ള സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കാം, തേർഡ് പാർട്ടി ആയിരിക്കാം. ഓക്കെ, അപ്പൊ ആരോ ഈ പേഴ്സന്റെ കൂടെ കൂടിയിട്ടുണ്ട്. അത് കൂടുതൽ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്നത് പോലെ കൂടുതൽ ഒരു ബ്രേക്ക് ഡൗണിലേക്കാണ് കൊണ്ടുപോകാൻ നോക്കിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്നു. അത് മാത്രമല്ല, നിങ്ങളുടെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ, നിങ്ങളുടെ ദ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ സംസാര രീതി, നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന രീതി, ഇതൊക്കെ ഈ പേഴ്സൺ മനസ്സിൽ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് തീർച്ചയായിട്ടും സമാധാനം കിട്ടാത്തത് കൊണ്ട് തന്നെയാണ്. അത് മാത്രമല്ല, ഈ ഒരു സെപ്പറേഷൻ പീരീഡ് ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകുമോ, ഇനി ഒരിക്കലും ഒന്നിക്കാൻ സാധിക്കില്ലേ, ഇങ്ങനെയുള്ള ചിന്തകളും ഈ വ്യക്തിക്ക് വരുന്നുണ്ട്. കാരണം ഒന്നിക്കാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ വ്യക്തിയെ വേദനിപ്പിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത് ഈ പേഴ്സൺ തന്നെയായിരിക്കും. അതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഓൾസോ പ്രപഞ്ചശക്തി, യൂണിവേഴ്സ് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും? ഹീലർ ഓഫ് ദ ഏജസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഹീലിംഗ് എനർജി തീർച്ചയായിട്ടും നിങ്ങളെ തേടി വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളെ തേടി വരുന്നതായിരിക്കും. ഹീലിംഗ് എനർജി ഉറപ്പായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹീലിംഗ് എനർജി എന്ന് പറയുന്നത് ഇവിടെ ഉറപ്പായിട്ടും മിറാക്കിൾ ട്രാൻസ്ഫോർമേഷൻ ആണ്. അതായത് നിങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ തന്നെ ഹീലാകേണ്ട പല കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കിടയിൽ ഹീലാകേണ്ടതായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്. പല കാര്യങ്ങളും സോൾവ് ആകണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ മിറാക്കിൾസ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങളെ തേടി വരുന്നുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്.
ഇവിടെ ഒരു ബാലൻസ് വരാൻ പോകുന്നു, ഇവിടെ ഒരു റിന്യൂവൽ വരാൻ പോകുന്നു, പുനരുദ്ധാനം. മെന്റലി, ഫിസിക്കലി ആൻഡ് ഇമോഷണൽ പരമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ സോൾവ് ആകാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തീർത്തും, സോറി എൻ്റെ തൊണ്ട ശരിയായി വരുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൗണ്ട് വരുന്നത്. അപ്പം ഇവിടെ തീർത്തും വളരെ ഒരു ഹീലിംഗ് എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഹീലിംഗ് എനർജി ഉറപ്പായിട്ടുണ്ട്, അത് നിങ്ങളെ തേടി വരുന്നുണ്ട്. പക്ഷേ അത് ആ ഒരു മിറാക്കിൾ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഒരു ശക്തമായ കൊടുങ്കാറ്റിന് ശേഷമുള്ള ശാന്തത, അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ പേഴ്സണായിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ അതൊരിക്കലും ഒരുപാട് നീണ്ടു പോകൂല, അതോർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരിക്കലും നീണ്ടു പോകൂല. അതിന് മുന്നായിട്ട് ഒരു മിറാക്കിൾസ് ഇവിടെ വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് യൂണിവേഴ്സിന്റെ ഹെൽപ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുരുഷ സംബന്ധമായിട്ടുള്ള ദൈവങ്ങളെ കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. ജീസസ്, അല്ലെങ്കിൽ ശിവഭഗവാൻ, കൃഷ്ണ ഭഗവാൻ, ഓക്കെ, അല്ലെങ്കിൽ മഹാവിഷ്ണു, ഇങ്ങനെയുള്ള ദൈവങ്ങളെയൊക്കെ കൂടുതലും പ്രാർത്ഥിക്കാനായിട്ട് നോക്കണം. ഓക്കെ, അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് കാണിക്കുന്നു. ഇനി നമുക്ക് പറയാനാണെങ്കിൽ സപ്പോർട്ടിങ് എനർജി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അങ്ങനെ പറയാനാണെങ്കിൽ നമുക്ക് ഇന്നത്തെ എനർജിയിൽ കിട്ടിയിട്ടുള്ളത് ഡിവൈൻ മദർ ആണ്, നർച്ചറിങ്, കമ്പാഷൻ ആൻഡ് ഗ്രേസ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഒരു അമ്മയുടെ സാന്നിധ്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് ഒരു പക്ഷേ സ്ത്രീ ദൈവങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം അമ്മയിൽ നിന്നോ മുത്തശ്ശിയിൽ നിന്നോ എന്തോ ഒരു അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ട് കാണിക്കുന്നു. ഒരുപക്ഷെ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മാത്രമായിരിക്കാം ഈ അനുഗ്രഹം ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കും ഈ ഒരു അനുഗ്രഹം ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും ഇവിടെ ഒരു അമ്മയുടെ സ്നേഹം, വാത്സല്യം, പ്രൊട്ടക്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഭദ്രകാളി ദേവി, അല്ലെങ്കിൽ നിങ്ങളുടെ കൊടുങ്ങല്ലൂരമ്മ, അല്ലെങ്കിൽ മേരി മാതാവ്, ഇങ്ങനെയുള്ള ദൈവങ്ങളെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം അമ്മ. ഓക്കെ, സ്വന്തം അമ്മ, മുത്തശ്ശി, ഇങ്ങനെയുള്ളവരുടെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാകാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സ് തുറന്ന് നിങ്ങളുടെ വിഷമങ്ങളൊക്കെ പറയുന്നത് അമ്മയോടായിരിക്കാം. അപ്പോൾ അമ്മയുടെ ഒരു സപ്പോർട്ടീവ് എനർജി നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് പറയാനാണെങ്കിൽ ഈ വ്യക്തി എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ എടുക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് പവർ ഓവർ ഡിഫിക്കൽട്ടി എന്നാണ്, റിക്ലെയിമിങ് യുവർ പവർ എന്നാണ്. തീർച്ചയായിട്ടും ഈ ഒരു മോശമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ പോലും സ്വന്തം കഴിവിൽ വിശ്വസിച്ച് ആത്മവിശ്വാസത്തോടു കൂടി ഉയർത്തെഴുന്നേൽക്കാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ബുദ്ധിമുട്ടേറിയ അവസ്ഥയാണ് എന്നുള്ളത് ഈ ഒരു കാർഡിനോട് കൂടി നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. കാരണം അത്രയും ബുദ്ധിമുട്ടേറിയ ഒരു എനർജിയാണ്, അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണിത്. ഓക്കെ, ഇവിടെ പാമ്പുണ്ട്, മോശപ്പെട്ട രീതിയിൽ കിടക്കുകയാണ്, വളരെ ബാഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു കാർഡ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെയാണ് ഈ ഒരു ഇപ്പോഴത്തെ അവസ്ഥയെ സൂചിപ്പിക്കുന്നത്. ഈ പേഴ്സണ് മാത്രമല്ല, ഒരുപക്ഷെ നിങ്ങളും സ്ട്രഗിളിങ്ങിൽ ആയിരിക്കാം. ഓക്കെ, ശത്രുക്കൾ ഉണ്ട് ഈ വ്യക്തിക്ക്, ഈ റിലേഷൻഷിപ്പിലും നല്ല രീതിയിൽ ശത്രുക്കൾ ഉണ്ട്. അത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ബന്ധം തടയാൻ തന്നെയാണ് മറ്റുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല, പക്ഷെ ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ അത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല ഈ പേഴ്സൺ ചില അന്വേഷണങ്ങൾ നടത്തുന്നതായിട്ട് കാണിക്കുന്നു. നമുക്കിവിടെ ബ്ലാക്ക് മാജിക് എനർജി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബ്ലാക്ക് മാജിക് എനർജി ഒക്കെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ അന്വേഷിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഒളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഈ പേഴ്സൺ അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ പണ്ട് ഒരുപക്ഷെ ഈ വ്യക്തി അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ലായിരിക്കാം,
കൂടുതൽ ചിന്തിക്കുന്നില്ലായിരിക്കാം, വരുന്നിടത്ത് വെച്ച് കാണാം, അങ്ങനെ ഒരു മനോഭാവമായിരിക്കാം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ വിശകലനം ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുമുണ്ട്. ഓക്കെ, ഇതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത്. അത് മാത്രമല്ല, മുജ്ജന്മത്തിൽ സംഭവിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെ ഈ ഒരു ജന്മത്തിലും ആവർത്തിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. കാരണം ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ആയിട്ട് കാണിക്കുന്നു. ഇനി നമുക്ക് ഒട്ടും വൈകിക്കാതെ ലവ് മെസ്സേജസ് നോക്കാം. കുറച്ചും ക്ലൂസും കൂടി എടുത്ത് വൈൻഡ് അപ്പ് ചെയ്യാം. കോൺവെർസേഷൻ ആണ്. ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് നിന്നെ വിളിക്കണം, നിന്റെ ശബ്ദം എനിക്ക് കേൾക്കണം. അങ്ങനെ തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് let us wind up this reading. യെസ്, മൗണ്ടൻ ആൻഡ് ഹിൽ ഏരിയാസ് കിട്ടിയിട്ടുണ്ട്. മേ ബി അത്തരം സ്ഥലങ്ങളിൽ നിങ്ങൾ പോയിട്ടുണ്ടാകാം വിസിറ്റിങ്ങിന്. വെഡ്ഡിങ് ഒക്കേഷൻസ് കിട്ടിയിട്ടുണ്ട്. ലെറ്റർ വൈ, ക്യൂ കിട്ടിയിട്ടുണ്ട്. ഡബ്ല്യു മേ ബി ഇനീഷ്യൽ ആകാം, അല്ലെങ്കിൽ പേരിലുള്ള ലെറ്റേഴ്സ് ആകാം, ഫസ്റ്റ് ലെറ്റർ ആകാം. ഐ കിട്ടിയിട്ടുണ്ട്. ഫെയർ സ്കിൻ, മേ ബി ഫെയർ സ്കിൻ ആയിരിക്കാം. ചെവി ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നു. ഫുഡ്, പാദം കിട്ടിയിട്ടുണ്ട്. സൗണ്ട്, ശബ്ദം. അബ്രോഡ്, വിദേശത്തായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഇയറിങ്സ്, ഇടുന്ന കമ്മല് വളരെ സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നു. റിസോർട്ട്, ഒരുമിച്ച് റിസോർട്ടിൽ പോയിട്ടുണ്ടാകാം. ലെറ്റർ ഓ, പാർക്ക് ആൻഡ് ട്രാവൽ. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.